നമ്മളെല്ലാം റെഡി ആയിട്ട് ഇരിക്കുകയാണ് അഴീക്കലോട്ട് പോകാൻ. ഇന്നലെ ഇൻട്രോ എടുക്കണമെന്നാണ് വിചാരിച്ചത്, എന്തായാലും പറ്റിയില്ല. കാറിലാണ് പോണത്. ചേച്ചിയും ചേട്ടനും അതേപോലെ തന്നെ ചേട്ടൻ്റെയും ചേച്ചിനും കുഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ. അവൻ എന്താണ് ഞാൻ പറയുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതിൻ്റെ കസിൻസും ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരോടാണ് പോയത്. ആദ്യം പെട്രോളൊക്കെ അടിച്ച് സൺസെറ്റ് കാണണമെന്നൊക്കെ വിചാരിച്ചാണ് പോയത്. പക്ഷെ അതെന്തായാലും പറ്റിയില്ല. കുറച്ച് വൈകി പോയി. കുറച്ചുകൂടെ നേരത്തെ പോയായിരുന്നെങ്കിൽ അടിപൊളി വൈബായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് അവിടെയൊക്കെ കാണാൻ വേണ്ടി. അവിടെയൊക്കെ താമസിക്കുന്നവർക്ക് എന്ത് രസമായിരിക്കും. കുറേ ആയി അഴീക്കൽ പോയിട്ട്. ഏകദേശം അരമണിക്കൂറോളം ബ്ലോക്കിൽ പെട്ട് കിടന്നു. പിന്നെ വണ്ടിയൊക്കെ ഒതുക്കി ഒരു ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. എന്നെ നോക്കൂ. ക്രിസ്മസ് വെക്കേഷന് ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ അടിപൊളി സ്ഥലമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അത്യാവശ്യം വൈബൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായാലും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. കാരണം ബീച്ചിന്റെ സൈഡിൽ ഒരു വെസ്റ്റ് അടക്കുമ്പോൾ എന്തായാലും സൂപ്പർ ആയിരിക്കത്തില്ലേ. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ കാണാനായിട്ട്. കുറച്ചു നേരം നമ്മൾ കടലിലൊക്കെ നിന്ന് ഇരുട്ടായതുകൊണ്ട് അങ്ങോട്ടൊന്നും അധികം പിള്ളേരെ വിട്ടില്ല. കാരണം അവർ എവിടോട്ടൊക്കെ അങ്ങോട്ട് ഓടിപ്പോകുന്നു. അതുകൊണ്ട് അവിടെ പിടിച്ചു നിർത്തിയത് കേട്ടോ. കുറെ നേരം കടലൊക്കെ കണ്ടു. കുറച്ച് കഴിഞ്ഞ് കാഴ്ചകളൊക്കെ കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. പിന്നെ പട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാം അടിപൊളി സൂപ്പർ വൈബ്. കൊള്ളാവോ ഇവിടെ എല്ലാം? നൈറ്റ് വന്നുകൊണ്ട് ഇത്രയും ലൈറ്റൊക്കെ വേണ്ട അടിപൊളി സെറ്റായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്തായാലും മിസ് ചെയ്തതിനെ പോയില്ലായിരുന്നെങ്കിൽ ന്യൂ ഇയറിന് പോകുന്നതായിരിക്കും ഏറ്റവും രസം കേട്ടോ. പക്ഷെ നമുക്ക് ന്യൂ ഇയറിന് പോകാൻ പറ്റിയില്ല. അതിന് മുമ്പ് എന്തായാലും നമ്മൾ അവിടെ പോയി. ഇനി കുഞ്ഞിന് കുറച്ച് കളിപ്പാട്ടൊക്കെ മേടിച്ചേട്ടോ. ആ പമ്പരമൊക്കെ മേടിച്ചു. അവിടെ ആ കടയിലാണെന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. കുഞ്ഞിന്റെ തലയിൽ കൊണ്ട് എന്തോ കൊമ്പ്, മറ്റേ ലൈറ്റ് എന്ന കൊമ്പില്ല, അതൊക്കെ കൊണ്ടുവച്ച് നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ട് എടുത്തോ എന്നുള്ള രീതി എല്ലാം കൊണ്ട് കുഞ്ഞിന്റെ കയ്യിലും ഇവിടെ കയ്യിലും കൊണ്ട് കാറ്റുണ്ടായിരുന്നു ആടുന്ന പമ്പരം. സത്യം പറഞ്ഞാൽ ഇത് ഇവൾക്ക് ഇപ്പൊ കിട്ടിയ കഴിവല്ല. ഞാൻ പ്രസവിച്ച് 2 മാസം കഴിഞ്ഞ് കുറച്ചേരം നോക്കിയപ്പോ എന്റെ കുഞ്ഞിനെ കാണുന്നില്ല. എല്ലാവരും തെരഞ്ഞു നോക്കിയപ്പോ എന്താ അവള് സിംഗപ്പൂര് പോയി നീന്തി തുടിച്ച് പാട്ട് പാടുന്നു. ഇനി തൊട്ടവും മേല് വരക്കുന്നടി. എനിക്ക് കൊള്ളാല്ലേ? സൂപ്പർ അല്ലേ? ഒരു പാവം കൊച്ചിന്റെ തലയിൽ എന്തൊക്കെയാണ് ഞങ്ങൾ വെച്ചു കൊടുത്തത് ഞങ്ങൾക്ക് തന്നെ അറിയുന്നില്ല. അവൻ ഒരു കരച്ചിലും ഇല്ലാതെ നിന്ന് പാവം കഷ്ടം കേട്ടോ. ഒരു നിർബന്ധമില്ലായിരുന്നു, നമുക്കൊരു ശല്യം ഇല്ലായിരുന്നു. എല്ലാം അവിടെ നിന്ന് നോക്കുന്നവൻ എന്താന്ന് പോലും മനസ്സിലാവുന്നില്ല. നമ്മൾ നേരെ അടുത്തടുത്തോട്ട് പോവാണ് കേട്ടോ. കാരണം അവിടെ കുറേ കടകളും റൈഡ്സും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കുറേ നേരം ആ പിള്ളേർ ആ മണലിലൊക്കെ കളിച്ചിറങ്ങി. പിന്നെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോയി. ഇവിടെ ഫിഷ് സ്പാ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെന്തായാലും കയറിയില്ല. ഇങ്ങനെ എല്ലാം കാണാനായിട്ട് മെയിനായിട്ട് പോകുന്നത്. പിന്നെ വല്ലതൊക്കെ കഴിക്കാൻ വേണം. കാള പോലെ വളർന്നിട്ടും കൊച്ചു പിള്ളേരോടെ കളിക്കുന്നില്ല. ഇനി ഞാൻ കളിയാക്കിയതാണ് അവളെ. ഇതാണ് ഞാൻ പറഞ്ഞ ഫിഷ് സ്പാ. നല്ല രസമുണ്ടല്ലേ. ഈ ചന മസാല അങ്ങനെ എന്തെല്ലാം പറയുന്നത്, വെജിറ്റബിൾസ് കട്ട് ചെയ്ത് എനിക്കത് തീരെ ഇഷ്ടമല്ല. എന്തായാലും പക്ഷെ ഇന്ന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അവരെല്ലാം പറഞ്ഞിട്ട് അത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫേസിൽ എക്സ്പ്രഷൻ കാണുമ്പോൾ എനിക്കത് എന്തുമാത്രം ഇഷ്ടപ്പെട്ടെന്ന്. എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എനിക്ക് എൻ്റെ സ്മെല്ലടിക്കുമ്പോൾ എന്തോ ഒരു നേരെ നമ്മൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് പോയി. മുന്തിരി നല്ല മുന്തിരി അടിപൊളി. സീരിയസ്ലി സൂപ്പറാണ്. ഓക്കെ. പണ്ട് കൊല്ലത്ത് പോയപ്പോഴാണ് ആദ്യമായിട്ട് മുന്തിരി ഫ്ലേവർ ഐസ്ക്രീം കഴിക്കുന്നത്. പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ നോക്കി, പക്ഷെ എനിക്ക് എങ്ങും കിട്ടിയില്ല. ഇന്നാണ് കിട്ടിയത്. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. കുറേ നാളെ കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഫ്ലേവർ ഐസ്ക്രീമാണ്. ഐസ്ക്രീമിനോട് വലിയ താല്പര്യമില്ല, പക്ഷെ മുന്തിരി ഫ്ലേവർ ആയതുകൊണ്ട് ഞാൻ ആർക്കും കൊടുക്കാതെ മൊത്തം കഴിച്ചേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ വീണ്ടും നമ്മൾ അവിടെ തെണ്ടി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇനി അടുത്തടുത്തോട്ട് പോവാം. എന്നാലും എൻ്റെ ടേസ്റ്റ് എനിക്ക് ആ ഐസ്ക്രീമിനോട്ട് ഇരിക്കുക കേട്ടോ. അത്രയും ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ സാധനമൊക്കെ മേടിക്കുന്നത് ഭയങ്കര നഷ്ടമാട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു വീട് വെച്ച് കൊടുക്കുന്ന എന്തോ ഒരിതുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അവിടെയും പൈസ കൊടുക്കും. നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണുമ്പം കൊടുക്കട്ടെ. അവിടെ പോകുന്നവരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും നമ്മളെ കഴിയുന്ന സഹായം കൊടുക്കും. ഞങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കോളിഫ്ലവർ ബജി മേടിക്കാൻ പറ്റും. ഇതൊക്കെ എന്തൊരു നഷ്ടമാണ്. ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനെക്കാട്ടി കൂടുതൽ അവർ ഒരു പക്കാ നഷ്ടം. ഒന്നും വാങ്ങാതിരിക്കുന്നതാണ്. എനിക്ക് ലാഭമായിട്ട് തോന്നിയ ഐസ്ക്രീം ആട്ടോ. 40 രൂപയുള്ളായിരുന്നു ഐസ്ക്രീമിന്. സാധാരണ എല്ലായിടത്തും 50 രൂപയാണ്. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു മുന്തിരി. പക്ഷെ 40 രൂപയുള്ളൂ. കഴിച്ചിരുന്ന വെള്ളവും കൊണ്ടൊരു കുട്ടി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് അടുത്ത കപ്പലണ്ടി കുറയ്ക്കണം. അത് മെയിൻ ആണല്ലോ. കപ്പലണ്ടി മേടിച്ച് പോകുന്നുണ്ട്. അന്നത്തെ ബെസ്റ്റ് ജമ്പറായിരുന്നു ഞാൻ. എന്നെ ഹനുമാനിലായിരുന്നു എല്ലാരും വിളിച്ചിരുന്നത്. ഈ മോന്ത കണ്ടിട്ടാ? ചാട്ടം കണ്ടിട്ട്. പിന്നെ ഒട്ടകം ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ പിള്ളേർ ഒട്ടകത്തിന് മണ്ടയ്ക്ക് കയറണം എന്നൊക്കെ പറഞ്ഞു. 100 രൂപ എങ്ങാണ്ടാണ് കേട്ടോ. കുഞ്ഞിനെ നമ്മൾ താഴെ നിർത്തി. അവൻ സത്യം പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് വഴക്കൊന്നും. ഗൈസ്, നിങ്ങൾക്ക് ഇതിൽ വിശ്വാസമുണ്ട്? കടലമ്മ കള്ളീന്ന് എഴുതി വെക്കുമ്പം വന്ന് മായ്ക്കെന്നാണ് ഇവര് പറയുന്നത്. ഞാൻ പറഞ്ഞപ്പോ കുറച്ചുകൂടെ ബാക്കിൽ എഴുതി വെക്കാൻ വന്നില്ലെങ്കിലാ ഞാൻ പറഞ്ഞേ.
ഇനിയാണല്ലോ അടുത്ത. ഇനി നമുക്ക് റൈഡ് എല്ലാം കയറാം. ഇനി നമുക്ക് റൈഡ് എന്തായാലും കാണാം. അപ്പൊ ഇവിടെയാണ് ഏറ്റവും രസം. ഫുൾ ലൈറ്റ് ആയതുകൊണ്ട് അടിപൊളി. കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. എന്തായാലും കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ ഒന്ന് വരണം കേട്ടോ. ആരും മിസ് ചെയ്ത് നമ്മുടെ അടുത്ത് ഇത്രയും നല്ലൊരു കാര്യം ഉണ്ടായിട്ട് എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവരെല്ലാം റൈഡ് കയറണമെന്ന് പറഞ്ഞു. നമ്മൾ ആ റൈഡൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ എനിക്കും താഴെ നിന്ന് പേടി. അതിനകത്തൊക്കെ ഈ പിള്ളേർക്ക് കയറണ്ട. പക്ഷെ നമ്മൾ പിള്ളേരെ പറ്റിച്ച് ചെറിയൊരു സാധനത്തിനകത്ത് ഇവിടെ കയറ്റി. പൊങ്ങി. അയ്യോ, ആ പാലവും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതിലാണോ അവർക്ക് കേറേണ്ടത്? ഇതൊക്കെ ആദ്യം പോകുമ്പോൾ ചെറിയ സ്പീഡിലാണ്, പിന്നെ അങ്ങോട്ട് സ്പീഡ് കൂടും കേട്ടോ. അതുകൊണ്ട് അവരെ ആരും ഇതിനകത്ത് കയറ്റില്ല. നമ്മൾ ട്രെയിനിൽ കയറ്റാനായിട്ടുള്ളത് പതുക്കെ പോകും. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ പെറ്റ് ഷോ ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ നമുക്ക് പോയി തൊടാൻ കേട്ടോ. പക്ഷെ തൊടുമ്പോൾ ഫോട്ടോ എടുക്കരുതെന്ന് അവർ പറഞ്ഞുകൊണ്ട് ഞാൻ അത് മാത്രം എടുത്തില്ല. എനിക്ക് പേടിയാണ്ട് ഞാൻ പോയില്ല. പക്ഷെ അവരെല്ലാം തൊടാൻ പോയിട്ടോ. പണ്ടേ പാമ്പിനെ ചേരാ അങ്ങനെ സാധനത്തിനൊക്കെ ഭയങ്കര പേടിയാണ്. ഞാൻ തൊടാൻ പോയില്ല. അവർ പറയുന്ന ഇട്ട് തൊട്ടപ്പോൾ കുഴപ്പമൊന്നും രസമുണ്ടായിരുന്നു. പിന്നെ ഈ പാലമൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒത്തിരി ഇഷ്ടപ്പെട്ട്. എന്തോ പ്രത്യേക ഒരു ഫീലായിരുന്നു അവിടെ പോയപ്പോൾ. അത് നന്നായിട്ട് മിസ് ചെയ്തതിനെന്ന് തോന്നിപ്പോയി. എനിക്ക് കുട്ടികളുടെ റൈഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ. നല്ല ക്യൂട്ടായിരുന്നു. ആദ്യം അവളെ ലച്ചുവിനെ ഇതിനകത്ത് കയറ്റാനായിരുന്നു. പിന്നെ അവൾ പറഞ്ഞ് ട്രെയിനകത്ത് കയറിയാൽ മതിയെന്ന്. റൈഡ് കയറാൻ പോവാണോടി? ഈ ഒരു ട്രെയിൻ കറങ്ങി വരെ ഒത്തിരി നേരം എടുത്തു കേട്ടോ. എന്തായാലും 80 രൂപയുടെ അല്ലേ, കുറച്ച് കറങ്ങട്ടെ എന്ന് കരുതി. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വിശന്നു അങ്ങനെ ദോശ കഴിക്കാനായിട്ട് ഈ ഒരു സ്പോട്ട് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. കുറേ നാളായിട്ട് വരണമെന്ന് പറഞ്ഞിരുന്ന സ്പോട്ടാണ് കേട്ടോ. ചവറയിലാണ്. കറക്റ്റ് സ്ഥലം എനിക്കറിയത്തില്ല. ദോശക്കടയാണ്. നമ്മൾ ദോശ കഴിക്കാൻ കയറി. നല്ല വിശപ്പുണ്ട്. അവിടെ എല്ലാം വയനാടൊക്കെ കഴിച്ചു. ഞാൻ മറ്റേ ഇൻസ്റ്റഗ്രാമിൽ മറ്റേ സുമി ചേച്ചി ആവാൻ പോവാം. പുള്ളിക്കാരത്തിയുടെ വയറ്. എന്തായാലും നല്ല വിശപ്പുണ്ട്, കഴിക്കാല്ലേ. ഓക്കെ. ഈ സാമ്പാറും ചട്നിയും അതേപോലെ മുളക് കറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട. വിശന്നിരുന്നോണ്ട് പ്രത്യേകം ടേസ്റ്റ് ആയിരുന്നു. വിശന്നിരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സ്വാഭാവികമായിട്ടും ചമ്മന്തിയും സാമ്പാറും മുളക് കറിയും അടിപൊളി ആയിരിക്കുമല്ലോ. പിന്നെ നമ്മൾ കാടമുട്ട ബുൾസൈ എടുത്തു കേട്ടോ. ഒരു സെറ്റിൽ ഏകദേശം 10 എണ്ണം കണ്ടാണ്. കാടമുട്ട കാണുമ്പോൾ അത് ഇൻസ്റ്റഗ്രാമിലെ സുമിച്ചേച്ചി ഓർമ്മ വരുന്നുണ്ട്. അങ്ങനല്ലേ പേര്? ഞാൻ കാടമുട്ട ബുൾസൈ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് കേട്ടോ. ഒരു സെറ്റിൽ ഏകദേശം 10 എണ്ണം കണ്ടാണ്. 40 രൂപയാണ് ചാർജ്. എന്തായാലും നല്ല ഫുഡായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറേ നാളായി ഈ ഒരു സ്പോട്ടിൽ വരണം. റീൽസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെയും വന്ന് നേരെ വീട്ടിലോട്ട് പോയി. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.